അങ്ങനെ ISLൽ പഞ്ചാബ് FC കീഴടക്കി 6ാം വിജയം സ്വന്തമാക്കിയിരിക്കുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സ്. പഞ്ചാബിന്റെ ഹോം ഗ്രൗണ്ടിൽ നടന്ന പോരാട്ടത്തിൽ ഏകപക്ഷീയമായ ഒരു ഗോളിനാണ് ബ്ലാസ്റ്റേഴ്സിന്റെ ജയം. ദിമിത്രിയോസ് ഡാമന്റക്കോസ് ആണ് പെനാൽറ്റി ഗോളിലൂടെ ബ്ലാസ്റ്റേഴ്സിനെ മുന്നിലെത്തിച്ചത്. ഇതോടെ 20 പോയിന്റുമായി ബ്ലാസ്റ്റേഴ്സ് പട്ടികയിൽ 2ാം സ്ഥാനത്ത് തുടരുകയാണ്. ക്യാപ്റ്റൻ അഡ്രിയാൻ ലൂണയ്ക്ക് പരിക്കേറ്റതിനാൽ പ്രതിരോധ താരം മാർക്കോ ലെസ്കോവിച്ചാണ് പഞ്ചാബിനെതിരെ ബ്ലാസ്റ്റേഴ്സിനെ നയിച്ചത്. എന്നിരുന്നാലും ഇങ്ങനെ പോയാൽ ബ്ലാസ്റ്റേഴ്സിന്റെ കിരീട സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാവുമോ എന്നാണ് ചോദ്യം. 2024 ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിലൂടെ ചുരുങ്ങിയത് 2 നിർണായക കളിക്കാർ എത്തിയാൽ മാത്രമേ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പ്രശ്നം പരിഹരിക്കാൻ സാധിക്കൂ. കാരണം ഉറുഗ്വേ പ്ലേ മേക്കർ അഡ്രിയാൻ ലൂണ, സെന്റർ മിഡ്ഫീൽഡർമാരായ ഫ്രെഡി ലാലമവ, ജീക്സൺ സിംഗ് എന്നിവർ പരിക്കേറ്റ് ടീമിന് പുറത്താണ്. കാൽമുട്ടിന് പരിക്കേറ്റ അഡ്രിയാൻ ലൂണ മുംബൈയിൽ ശസ്ത്രക്രിയയ്ക്ക് ശേഷം സ്വദേശത്ത് മടങ്ങുമെന്നാണ് ലഭിച്ചിരിക്കുന്ന സൂചന. ചുരുങ്ങിയത് 3 മാസമെങ്കിലും ഈ ഉറുഗ്വേൻ പ്ലേ മേക്കർക്ക് പുറത്തിരിക്കേണ്ടി വരും. അഡ്രിയാൻ ലൂണയുടെ അഭാവം കേരള ബ്ലാസ്റ്റേഴ്സിന് കനത്ത തിരിച്ചടിയാണ്. ജാപ്പാനീസ് താരം ഡൈസുക്കി സക്കായിയെ ലൂണയ്ക്ക് പകരമായി ഉപയോഗിക്കാം. എങ്കിലും ജനുവരി ട്രാൻസ്ഫർ ജാലകത്തിലൂടെ ഒരു താരം എത്തിയാൽ മാത്രമേ മഞ്ഞപ്പടിയുടെ ടീം ശക്തമാകൂ. സെന്റർ മിഡ്ഫീൽഡർമാരായ ജീക്സൺ സിംഗും ഫ്രെഡി ലാലമാവയും ഇതുവരെ പരിക്ക് ഭേദമായി തിരിച്ചെത്തിയിട്ടില്ല. നിലവിൽ സെന്റർ മിഡ്ഫീൽഡിൽ കാശ്മീർ സ്വദേശിയായ ഡാനിഷ് ഫറൂഖ് ഭട്ട്, വിപിൻ മോഹനൻ എന്നിവർ മാത്രമാണ് ബ്ലാസ്റ്റേഴ്സിന്റെ ഏക ആശ്വാസം. ഇവർക്ക് നല്ല ബാക്കപ്പ് നൽകാൻ കളിക്കാരില്ല എന്നതും പോരായ്മ തന്നെയാണ്. ഈ താരങ്ങളിൽ ഒരാൾക്ക് പരിക്കേൽക്കുകയോ സസ്പെൻഷനോ മൂലം കളിക്കാത്ത സ്ഥിതി വന്നാൽ ടീമിന്റെ പദ്ധതികൾ മുഴുവൻ താളം തെറ്റും എന്നുറപ്പാണ്. സെന്റർ മിഡ്ഫീൽഡിൽ പ്യൂട്ടിയെ പോലെ താരത്തിന്റെ അഭാവം ഇപ്പോഴും കേരള ബ്ലാസ്റ്റേഴ്സിനുണ്ട്. 2024 ജനുവരി ട്രാൻസ്ഫറിലൂടെ പ്യൂട്ടിയെ തിരിച്ചെത്തിക്കാൻ സാധിച്ചാൽ ബ്ലാസ്റ്റേഴ്സിന് അത് മുതൽക്കൂട്ടാണ്. 2023 ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിലൂടെ കൊൽക്കത്തൻ ക്ലബ്ബായ മോഹൻ ബഗാൻ സൂപ്പർ ജയന്റിലേക്ക് ചേക്കേറിയ പ്യൂട്ടിയ നിലവിൽ ഒഡീഷ FCയിലാണ് കളിക്കുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സിൽ ലഭിച്ചിരുന്നതുപോലെ മത്സര സമയം പിന്നീട് ഇതുവരെ പ്യൂട്ടിയയ്ക്ക് ലഭിച്ചിട്ടില്ല എന്നതാണ് ശ്രദ്ധേയം. ഒഡീഷ FCക്കൊപ്പം ചരിത്രം കുറിക്കുകയാണ് തന്റെ ലക്ഷ്യമെന്ന് പ്യൂട്ടിയ അടുത്തിടെ പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ പ്യൂട്ടിയുടെ തിരിച്ചുവരവ് അത്ര എളുപ്പമല്ല. FC ഗോവ, മോഹൻ ബഗാൻ സൂപ്പർ ജയന്റ്, മുംബൈ സിറ്റി FC, ഒഡീഷ FC ടീമുകളോട് മത്സരിച്ച് ISL കിരീടം സ്വന്തമാക്കണമെങ്കിൽ ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ കാര്യമായ ചലനം തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിന് സൃഷ്ടിക്കേണ്ടതുണ്ട്. ഏറ്റവും ചുരുങ്ങിയത് 2 താരങ്ങളെങ്കിലും ജനുവരിയിൽ എത്തിയാൽ മാത്രമേ കിരീട പോരാട്ടത്തിൽ പതറാതിരിക്കാൻ കേരള ബ്ലാസ്റ്റേഴ്സിന് സാധിക്കൂ. സൂപ്പർ കപ്പ് ജനുവരിയിൽ അരങ്ങേറ്റം കുറിക്കും എന്നതാണ് മറ്റൊരു കാര്യം. പുതിയ മാറ്റങ്ങൾ കേരള ബ്ലാസ്റ്റേഴ്സിന് അനിവാര്യമാണ്. ഈ മാസം 24-ാം തീയതിയാണ് ISLൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അടുത്ത മത്സരം. ഹോം ഗ്രൗണ്ടായ കലൂരിൽ വെച്ച് കരുത്തരായ മുംബൈ സിറ്റി FC ആണ് ബ്ലാസ്റ്റേഴ്സിന്റെ എതിരാളികൾ.